ഒരു ചെറിയ ബഡ്ജറ്റിൽ സ്വന്തമാക്കാൻ പറ്റിയിട്ട് ഒരു ലക്ഷറിയസ് ഫീച്ചേഴ്സിൽ ഒരു ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റ് വാഹനം, അതും സെഡാൻ സെഗ്മെൻറ്റിൽ മാരുതിയുടെ വാഹനം കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ലുക്കിലേക്ക് വാഹനം മാറ്റിയിട്ടുണ്ട്. A to Z എല്ലാവിധ ലക്ഷറിയസ് ഫീച്ചേഴ്സും വരുന്നൊരു വാഹനം 2012 മോഡലിൽ നിൽക്കുന്ന മാരുതി സുസുക്കി SX4 1.6 പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ഓട്ടോമാറ്റിക് 80 ഗിയർ ബോക്സിൽ നിൽക്കുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ വെറും 65,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം. എക്സ്റ്റീരിയർ ലുക്ക് കാണാൻ ഒരു രക്ഷയില്ല. അതേപോലെ തന്നെ ഇന്റീരിയർ നോക്കുകയാണെങ്കിലും ലെതർ സീറ്റ് ഓവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അടിപൊളി വാഹനം എന്ന് തന്നെ പറയാം. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ലുക്ക് തന്നെ നിൽക്കുന്നത്. ZXi എന്നുള്ള വരുന്നത് ലെതർ സീറ്റ് ഓവർ അടക്കം ഇതിനകത്ത് വരുന്നുണ്ട്. ആ ഒരു യാത്രാ കംഫർട്ട് അത് വേറെ ലെവൽ തന്നെയാണ്. ആ ഒരു നമുക്ക് സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി കുഷ്യൻ തന്നെ പറയാം. ഇന്റീരിയർ ഭാഗത്ത് പക്ക പ്രീമിയം ലെവലിൽ എല്ലാവിധ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന വാഹനം. എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബമ്പർ സ്കേർട്ടിങ്, റണ്ണിംഗ് ബോർഡിനകത്ത് സ്കേർട്ടിങ്, അതേപോലെ തന്നെ ബമ്പറിൻ്റെ ഭാഗത്ത് സ്കേർട്ടിങ്, ബാക്ക് പ്രൊഫൈൽ, സ്പോയിലർ കാര്യങ്ങളെല്ലാം വന്നുകൊണ്ട് തന്നെ ഒരു മസിൽ പിടിച്ച് നിൽക്കുന്ന ഒരു വാഹനം റോഡിലൂടെ ഇങ്ങനെ പോകുന്ന ഒരു ഫീലാണ് നമുക്ക്, ഒഴുകി പോകുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ആ സൈഡ് പ്രൊഫൈലിനൊക്കെ നോക്കുകയാണെങ്കിൽ ആ റണ്ണിംഗ് ബോർഡിനകത്ത് ആ സ്കേർട്ടിങ് വന്നതോടെ വാഹനം ആകെ മൊത്തത്തിൽ അടിമുടി മാറി. ZXi എന്നുള്ള വേണ്ടിയതുകൊണ്ട് അലോയ്സോ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇനി നേരെ ബാക്ക് പ്രൊഫൈലിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ഡിക്കിയുടെ മുകളിൽ സ്പോയിലർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ബമ്പറിൻ്റെ താഴെ ഭാഗത്ത് സ്കേർട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്ക് പ്രൊഫൈൽ ഒരിക്കലും ആ SX4 വാഹനമാണെന്ന് അറിയാത്ത രീതിയിൽ ഈ ഒരു വാഹനം മാറിയിട്ടുണ്ട്. KL01 ട്രിവാൻഡ്രം രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഒരു മസിലളിയൻ വാഹനം. പെട്രോൾ എഞ്ചിന് ഒരു 12 to 14 റേഞ്ചിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണിത്. മറ്റുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ്, ABS, ഓട്ടോ ക്ലൈമറ്റ് AC, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് റോൻ്റെ അതേപോലെ തന്നെ ഫ്രണ്ട് റോയിൽ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഇതുപോലെ എയർ ബാഗും ABS ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. ബാക്ക് റോയിൽ അതേപോലെ തന്നെ സീറ്റ് ഓവർ തൈ സപ്പോർട്ടോട് വീട്ടിലെ സീറ്റ് ഓവറിനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഓട്ടോ ക്ലൈമറ്റ് AC പഴയ രീതിയിലുള്ള ആ ഒരു ക്ലൈമറ്റ് AC തന്നെയാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. ഇനി ഫ്രണ്ട് പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും ബാക്ക് പ്രൊഫൈലിൻ്റെ അതേപോലെ തന്നെ ആ ഒരു ലുക്ക് നമുക്ക് ഫ്രണ്ട് പോർഷനിൽ നിന്ന് കിട്ടുന്നുണ്ട്. കാരണം ആ ഒരു ബമ്പറിനകത്ത് സ്കേർട്ടിങ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ആ നമ്പർ ബോർഡ് മാത്രം പഴയ കാലത്ത് ഈ വാഹനം 2012 ഇറങ്ങിയിട്ടുള്ള ആ ഒരു KL01 എന്നുള്ള ആ ഒരു പഴയ ടൈപ്പിലുള്ള നമ്പർ പ്ലേറ്റാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത് വേണമെങ്കിൽ ഒന്ന് ന്യൂ ജനറേഷനിലേക്ക് HND ബോർഡിലേക്ക് മാറ്റാമെന്ന് മാത്രമേ ഒരു പോരായ്മ ഒരു വാഹനത്തിനകത്ത് കാണാനുള്ളൂ. ബാക്കി എല്ലാ ഭാഗവും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല വെടിപ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പ്രോപ്പർലി സർവീസ് കാര്യങ്ങൾ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഓട്ടോമാറ്റിക് സെഡാൻ സെഗ്മെൻറ്റ് വാഹനം സ്വന്തമാക്കാം 2,85,000 രൂപ നെറ്റ് പ്രൈസോടുകൂടി. ഇനി ഒരു ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ സ്റ്റോക്കുണ്ട്. ഒരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ നിൽക്കുന്ന ഹ്യൂണ്ടായിൻ്റെ i20 എന്ന ഹെലൈറ്റ് i20 എന്ന വാഹനം 2015 മോഡലിൽ നിൽക്കുന്ന സ്പോർട്സ് എന്ന പേരിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന 85,000 കിലോമീറ്ററിലേക്ക് 36 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനം. സ്പോർട്സ് എന്ന പേരിൻ്റാണ്. ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. 4 ഡോർ പവറിൻ്റെ AC, പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, മിറർ ഇൻഡിക്കേറ്റർ, സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ്, ABS, ഓട്ടോ ക്ലൈമറ്റ് AC, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന 1.4 ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനം. മാനുവൽ ഗിയർ ബോക്സിൽ വരുന്ന ഒരു വാഹനം കൂടിയാണിത്. ഡീസൽ ഏകദേശം ഒരു 17 to 18 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണിത്. നല്ല അടിപൊളി സീറ്റ് വർക്ക് ഇതിനകത്ത് ഇന്റീരിയർ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റീരിയറിലൊന്നും കാര്യപ്പെട്ട പരിക്കോ നെഗറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും വരാത്ത ഈ ഒരു വാഹനം സ്വന്തമാക്കാം 5,30,000 രൂപ നെറ്റ് പ്രൈസോടുകൂടി. ഓൾമോസ്റ്റ് ഒരു 4,75 വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. അപ്പോൾ 2 വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഒരു 80 ഗിയർ ബോക്സിൽ വരുന്ന ഒരു ലക്ഷറിയസ് ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന ഒരു മാരുതിയുടെ SX4 എന്ന ZXi എന്നുള്ള വേരിയന്റിൽ നിൽക്കുന്ന ലോ കിലോമീറ്ററോടെയുള്ള വാഹനവും, ഒരു മാനുവൽ ഗിയർ ബോക്സ് എന്ന ഹാച്ച് ബാക്ക് സെഗ്മെന്റിൽ ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനവും. വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്ക് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ ചെയ്യുക, പേജും ഫോളോ ചെയ്യുക.